യുവനേതാവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥിയുമായിരുന്ന റോബിൻ രാധാകൃഷ്ണനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. കണ്ടന്റ് ക്രിയേറ്റർ വേദലക്ഷ്മി, പ്രമുഖ ഫാഷൻ ഡിസൈനർ അഭിൽ ദേവ് എന്നിവരാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. സൗഹൃദത്തിന്റെ പേരിലാണ് പലപ്പോഴായി പണം നൽകിയത് എന്നും തിരികെ ചോദിച്ചപ്പോൾ പാർട്ടി ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇല്ലാതാക്കി കളയുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഇരുവരും റിപ്പോർട്ടറിനോട് പറഞ്ഞു. റോബിൻ രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾ പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ചു തരുന്നില്ല. ഒരു വലിയ എമൗണ്ട് എൻ്റെ ഒരു 8 ലക്ഷം രൂപയുണ്ട്. രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലുള്ള ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെയുള്ളൊരു വ്യത്യസ്തമായൊരു നെറേറ്റീവ് പറയാൻ തുടങ്ങി. കഴിഞ്ഞ 2025 സാമ്പത്തിക വർഷത്തിൽ എനിക്ക് ഓൾമോസ്റ്റ് അദ്ദേഹം 36,75,000 രൂപ തരാനുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ സുരേഷ് സാറിനെ പോയി കാണുന്നു. ഈ എല്ലാ എവിഡൻസും സുരേഷ് സാറിനെ അവിടെ പോയിട്ട് കാണുന്നു. അദ്ദേഹത്തിന് എല്ലാ കാരണം അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. ഒരു സ്ത്രീത്വത്തിന് അപമാനം കാണിച്ചത്, അതിൻ്റെ വോയിസുകളെല്ലാം നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നു. സുരേഷ് സാറിന് കാര്യം മനസ്സിലാക്കും. ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർക്കും, അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചു. റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സ്കാമർ ഇനി ഇവിടെ സ്കാം നടത്താൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ലീഗലിൽ തന്നെയാണ് പോകുന്നത്. റോബിൻ പണം വാങ്ങിയെന്നും തിരികെ നൽകാമെന്നും പലപ്പോഴായി സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ കൂടി റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോയിന്റെ പെരുമ്പാവൂരുള്ള വില്ലേജാണ്. ഇന്ന് ഡിസംബർ 30, 2025 സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,75,000 രൂപ ഇനി അബിൽ ബ്രോന് കൊടുക്കാറുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ റാംഷാ CP വിവരങ്ങൾ നൽകും. റാംഷാ, ഇതാ റോബിൻ രാധാകൃഷ്ണൻ തന്നെ വീഡിയോയിലൂടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സംശയത്തിനൊന്നും അടിസ്ഥാനമില്ല. ഇപ്പോൾ രണ്ടുപേരുടെ വാക്കുകൾ നമ്മൾ കേട്ടു. അബിൽ ദേവിന് 36 ലക്ഷം, വേദലക്ഷ്മിക്ക് 8 ലക്ഷം. അപ്പോൾ തന്നെ 44 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ള ആരോപണം സ്ഥിരീകരിക്കപ്പെടുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ റോബിൻ രാധാകൃഷ്ണൻ പണം വാങ്ങിയിട്ടുണ്ടോ, അവരെ പറ്റിച്ചിട്ടുണ്ടോ, എന്താണ് റോബിൻ രാധാകൃഷ്ണന്റെ ഉദ്ദേശം? ഒപ്പം BJP നേതാക്കളുടെ ഭാഗത്ത്, കാരണം ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, സ്ഥാനാർത്ഥിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, നേതാക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? BJPയുടെ യുവ നേതാവും അതോടൊപ്പം ബിഗ് ബോസ് താരവും ഒക്കെ ആയിട്ടുള്ള റോബിൻ രാധാകൃഷ്ണനെതിരെയാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. കണ്ടന്റ് ക്രിയേറ്റർ വേദലക്ഷ്മിയും ഒപ്പം ഫാഷൻ ഡിസൈനറായ അഭിൽ ദേവുമാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 45 ലക്ഷം രൂപ ഇവരുടെ പക്കലിൽ നിന്നും റോബിൻ രാധാകൃഷ്ണൻ കൈക്കലാക്കിയെന്നും പക്ഷേ ആ പണം തിരികെ നൽകാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ലെന്നുമാണ് പരാതി. എന്ന് മാത്രമല്ല, ഈ പണം തിരികെ ചോദിക്കുമ്പോൾ തന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കി കളയുമെന്ന ഭീഷണിയും ഇയാൾ ഉയർത്തുന്നു. ഹണി ട്രാപ്പിൽ ഉൾപ്പെടെ പെടുത്തും എന്ന ഭീഷണി ഇവർക്ക് നേരെ ഉയർത്തുന്നു എന്നതൊക്കെയാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. നേരത്തെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെന്നും ഈ പണം തിരികെ നൽകാമെന്ന് സമ്മതിച്ചിരുന്നുവെന്നുമാണ് ഇവർ പറയുന്നത്. അല്പം സമയം അനുവദിക്കണം എന്നതാണ് അന്ന് S. സുരേഷ് ഉൾപ്പെടെ ഇടപെട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ സമയം അനുവദിച്ചിട്ടും ഈ പണം തിരികെ നൽകാൻ റോബിൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ റോബിൻ പണം വാങ്ങിയെന്നും തിരികെ നൽകാമെന്നും സമ്മതിക്കുന്ന ഒരു വീഡിയോയും ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും BJPയുടെ യുവ നേതൃത്വത്തിലേക്ക് അടുത്ത കാലത്താണ് റോബിൻ രാധാകൃഷ്ണൻ എന്നയാൾ ഉയർന്നു വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമരവേദികളിലെല്ലാം സജീവമായി നിൽക്കുന്ന റോബിൻ രാധാകൃഷ്ണനെയും നമ്മൾ കണ്ടു. ഏതായാലും ഇയാൾക്കെതിരെ 45 ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ശരി റാംഷ.